കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം നമ്മെയെല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നതും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും ആസൂത്രണം ചെയ്തവർക്കും കനത്ത തിരിച്ചടി നൽകണം എന്നതും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ്. എന്നാൽ ഈ സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്തുണ്ടായ വർഗീയ ധ്രുവീകരണത്തെ നാം ചെറുതായി കണ്ടുകൂടാ. നിമിഷങ്ങൾക്കുള്ളിലാണ് വ്യാജ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത് വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇതിന് ഉത്തരവാദികളാക്കുന്ന രീതിയിലുള്ള വ്യാപകമായ വർഗീയ പ്രചരണങ്ങൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ചോദ്യം ചെയ്യേണ്ട, നാം ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളിൽ നിന്നും ഈ വർഗീയ പ്രചരണങ്ങൾ നമ്മെ വഴിതിരിച്ചു വിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം അതിന്റെ സംഘടന ഏറ്റെടുത്തെങ്കിലും ഭരണകൂടത്തിന് അതിൽ കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനെതിരെ ശബ്ദമുയർത്താനോ ചോദ്യം ചോദിക്കാനോ നാം ആരും തയ്യാറാവുന്നില്ല. 2014 മുമ്പ് അഥവാ 2014 കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളൊക്കെ തന്നെ അന്നത്തെ UPA ഗവൺമെന്റിനെ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റുകളെ അതിൽ പ്രതികളായി ഉയർത്തി കാണിച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷവും മീഡിയയും ഒക്കെ പൊതുജനവും ഒക്കെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്നത്തെ ഗവൺമെന്റിന്റെ സുരക്ഷ വീഴ്ച, അതുപോലെ തന്നെ അവരുടെ സൈനിക രംഗത്ത് സുരക്ഷാ രംഗത്തുണ്ടാകുന്ന പോളിസികൾ ഒക്കെ അന്ന് ചോദ്യം ചെയ്യപ്പെടുകയും അതിനെതിരൊക്കെ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 2014 ശേഷം ഈ രംഗത്ത് വലിയ മാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. 2014 ശേഷം BJP ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന ഭീകരാക്രമണങ്ങളിലൊന്നും കേന്ദ്ര ഗവൺമെന്റിന് നേരെ, അവരുടെ സുരക്ഷാ വീഴ്ചയ്ക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ പോളിസിക്ക് നേരെ ഒരു ചോദ്യം ഉയരുന്നില്ല എന്നത് നാം ശ്രദ്ധിക്കണം. മറിച്ച് അതിന് പ്രതികളാക്കപ്പെടുന്നത് ഇതൊന്നും അറിയാത്ത വലിയൊരു വിഭാഗം ജനങ്ങളായാണ് ഇതിനെ പ്രതികളായി അവർ ഉയർത്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പിന്തുണക്കുന്നവരായൊക്കെ ഉയർത്തി കാണിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ അവരുടെ പോളിസിയെക്കുറിച്ചോ ഒന്നും ആരും ചോദ്യം ചോദിക്കാൻ പോലും തയ്യാറാണ്. ചിലയിടങ്ങളിൽ നിന്ന് ചെറിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ വ്യാപകമായ രീതിയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോ പൊതുജനമോ പ്രതിപക്ഷം പോലും ഇതിലൊരു ചോദ്യം ചോദിക്കാത്തത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പഹൽഗാമിലും പുൽവാമയിലൊക്കെ വളരെ വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ സുരക്ഷാ വീഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പഹൽഗാം പോലെ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ വരുന്ന ഒരിടത്ത് എന്തുകൊണ്ട് കാര്യമായൊരു സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നത് വലിയൊരു ചോദ്യമായി ഉയർന്നു വരേണ്ടതാണ്. അവിടെ ഒരു പട്ടാളക്കാരനെ പോലും, ഒരു സൈനികനെ പോലും കണ്ടിരുന്നില്ല എന്നാണ് അവിടെ നിന്നുണ്ടായിരുന്ന ആളുകൾ, ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. മറിച്ച് അവരെ ആദ്യം പരിക്കേറ്റ് വീണപ്പോൾ, ഈ ഒരു ഭീകരാക്രമണം നടന്ന ആളുകൾ വെടിയേറ്റ് വീണപ്പോൾ സഹായത്തിനായി ഓടിയെത്തുന്നത് കാശ്മീരിലെ സാധാരണ അവിടുത്തെ പ്രാദേശികവാസികളാണ്. അല്ലാതെ സുരക്ഷാ ഭടന്മാരെയോ അല്ലെങ്കിൽ സൈനികരെയോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഉയർത്തപ്പെടുന്നുണ്ട്. ഏകദേശം ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് നിന്നും 10-11 കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അടുത്ത സൈനിക യൂണിറ്റ് ഉണ്ടായിരുന്നത് എന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരുക്കിയ സുരക്ഷ എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് ഇന്റലിജൻസിന്റെ പരാജയമാണ്. നൂതന സാങ്കേതിക സംവിധാനങ്ങളൊക്കെയുള്ള ഈ കാലത്ത് എന്തുകൊണ്ടാണ് വളരെ കൃത്യമായി വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഈ ഭീകരാക്രമണത്തെ നമുക്ക് മുൻകൂട്ടി കാണാനോ ഒരു മുൻകരുതലെടുക്കാനോ കഴിയാതിരുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. 2014 മുമ്പുള്ള സംഭവങ്ങളെ അതിലൂടെ കൂട്ടി വായിക്കുന്നവർ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമാണുള്ളത്. കാരണം 2014 ശേഷം ഏകദേശം 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ലോകത്തുണ്ടായ സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, പുരോഗതികളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെല്ലാം തന്നെ നൂതനമായ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉയർന്നു വരികയും അതിലൊക്കെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഭീകരാക്രമണത്തെ നമുക്ക് മുൻകൂട്ടി കാണാനോ അതിന് മുൻകരുതലെടുക്കാനോ കഴിയാതിരുന്നത് എന്നതും വലിയൊരു സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് നാം ഉയർത്തി കാണിക്കേണ്ടത്. സർവൈലൻസിന്റെ സൗകര്യം ഈ പറയുന്ന പ്രദേശത്ത് ഇല്ലായിരുന്നു എന്നതും വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ അവിടേക്ക് എത്തിയെന്നത്, കാശ്മീർ പോലെ സൈനികരൊക്കെയുള്ള ഒരു പ്രദേശത്തു കൂടെ എങ്ങനെയാണ് തീവ്രവാദികൾക്ക് ഈ പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നതും വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. പുൽവാമയിലെ ഭീകരാക്രമണത്തിലും ഇതേ ഒരു സമാനമായ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ ഇതുപോലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ഒരു റോട്ടിലൂടെ CRPFന്റെ വാഹനങ്ങൾ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് സമാന്തരമായി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം കടന്നു വന്നത് ഒരു ചെക്കിങ്ങും ഇല്ലാതെ കടന്നു വന്നു എന്നുള്ളത് വളരെ നമ്മെല്ലാം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും വളരെ വ്യക്തമായി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനെതിരെയും ശബ്ദമുയർത്താനോ ചോദ്യം ചോദിക്കാനോ ആരും തയ്യാറായില്ല. കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് വളരെ വ്യക്തമായി ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
CRPFിൻ്റെ ട്രാൻസ്പോർട്ടേഷന് എയർ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അനുമതി അവർ ചോദിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതിന് അനുമതി നൽകാതിരുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഇതിലുണ്ടായ സുരക്ഷാ വീഴ്ചകളൊന്നും പറയരുത്, അല്ലെങ്കിൽ അത് പുറത്തു പറയരുത് എന്ന് പ്രധാനമന്ത്രി അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് ഇത്തരം സുരക്ഷാ വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇതിനെ വളരെ വ്യക്തമായി രാഷ്ട്രീയായുധമായി അവർ ഉപയോഗിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പുൽവാമയിൽ നടന്ന സംഭവങ്ങളെ അവരുടെ പോരായ്മയായിട്ടുകൂടി വ്യക്തമായി രാഷ്ട്രീയായുധമായി ഉപയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു എന്നത്, ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നത് ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അവരുടെ പോരായ്മയാണ്, അവരുടെ പ്രശ്നമാണ്, അവരുടെ സുരക്ഷാ വീഴ്ചയാണ്. പക്ഷേ അത് അവർക്ക് അനുകൂലമാക്കിയാണ് അവർ മാറ്റാൻ ശ്രമിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നടക്കുന്നത് സമാനമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന ഉടനെ വ്യാപകമായ ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വ്യാപകമായ വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ ആ ആരോപണങ്ങൾക്ക് മുനയൊടിച്ചത് ആ കാശ്മീരിൽ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്ന് ഇരകളാക്കപ്പെട്ട ജനങ്ങൾ തന്നെ, ആളുകൾ തന്നെ കാശ്മീരിലെ ജനതയ്ക്ക് അനുകൂലമായ രീതിയിൽ കാശ്മീരി ജനതകളുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ സഹായങ്ങളെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയതിലൂടെയാണ് ഈ വർഗീയ പ്രചരണങ്ങൾക്ക് ആ ഒരു ശക്തി കുറഞ്ഞു വന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മരണപ്പെട്ട രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ആരതി വളരെ വ്യക്തമായി കാശ്മീരി ഡ്രൈവർമാർ അവർക്ക് നൽകിയ സഹായങ്ങളെക്കുറിച്ച് വളരെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ഈ വർഗീയ പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതാണ്. ബി.ജെ.പി. നേതാവായ ഒരു ബി.ജെ.പി. നേതാവ് അദ്ദേഹം കാശ്മീരിൽ നിന്നും അവിടുത്തെ ഡ്രൈവർക്ക്, ഗൈഡിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നാമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവരെല്ലാം പറഞ്ഞു വെച്ചത് കാശ്മീരി ജനതയ്ക്കുണ്ടായിരുന്ന അവർ നൽകിയ സഹായത്തെക്കുറിച്ചും കാശ്മീരിലെ മുസ്ലിങ്ങൾ ഈ ഭീകരവാദത്തെ അല്ലെങ്കിൽ തീവ്രവാദം എത്രമാത്രം എതിർക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് അവർ പറഞ്ഞു വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം വിഭാഗത്തിന് മേലും കെട്ടിവെക്കാനുള്ള, ഇതിൻ്റെ ആരോപണം കെട്ടിവെക്കാനുള്ള ഈ ഒരു ശ്രമം പരാജയപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിലുണ്ടായത്. ഇത് വ്യാപകമായ രാഷ്ട്രീയായുധമായി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സൗദി സന്ദർശനത്തിലായിരുന്ന പ്രധാനമന്ത്രി ഈ കാശ്മീർ ഭീകരാക്രമണം ഉണ്ടായ ഉടനെ മടങ്ങി വന്നു എന്നത് വലിയ ഒരു കാര്യമായി നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം നേരെ പോയത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കായിരുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ചെന്ന് കാശ്മീരിനെ ഈ ഭീകരാക്രമണത്തെ ഒരു രാഷ്ട്രീയായുധമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. തിരിച്ചടികളും മറുപടികളും ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനുള്ള, ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നും നാം ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഈ സുരക്ഷാ വീഴ്ചയെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗത്തിന് മേൽ, മുസ്ലിം മതവിഭാഗത്തിന് മേൽ ഈ ആരോപണങ്ങളെല്ലാം കെട്ടിവെച്ചുകൊണ്ട് തീവ്രവാദി ചാപ്പ് കുത്താനുള്ള ഈ ശ്രമം തീർച്ചയായും നാം തടയേണ്ടതാണ്, അതിനെതിരെ ശബ്ദമുയർത്തേണ്ടതാണ്. പലപ്പോഴും ഇതിനെതിരെ ശബ്ദിക്കുന്നവർ രാജ്യദ്രോഹികളാകുമോ അല്ലെങ്കിൽ രാജ്യദ്രോഹി പട്ടം കിട്ടുമോ എന്നതാണ് പലരെയും നിശബ്ദരാവാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നത് ആശാവഹമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ രാജ്യം വീണ്ടും ജനാധിപത്യപരമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്.